പക്ഷേ ഈ മൂക്കടഞ്ഞിരിക്കുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. ഇന്നലെ അതിൽ ഒരു പൊടി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഈ മൂക്കടഞ്ഞിട്ട് ശ്വാസം, എൻ്റെ വിചാരം ഞാനിപ്പം മരിച്ചു പോകും. അയ്യോ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഞാൻ മരിച്ചു പോകുമെന്നുള്ള രീതിയിലാണ് ഞാനിരുന്നത്. ഇനിയിപ്പോൾ നാളെ നേരം വെളുക്കാൻ പ്രജത്തിനെയും മത്തായിയെയും ആരെയും എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയി. ഞാനിനി ഇവരോട് സംസാരിക്കാൻ പറ്റത്തില്ല, ഇനി ഇവരൊക്കെ എൻ്റെ മരണം എങ്ങനെ അറിയുമെന്നൊക്കെ ഞാനങ്ങ് വല്ലാണ്ടങ്ങ് എന്നിട്ട് രാത്രി ഒറ്റയടിക്ക് ഞാൻ എൻ്റെ പാരാത്രിക്ക് അങ്ങ് ആലോചിച്ച് അയ്യോ തീർന്നു, നാളെ ഇനി എൻ്റെ ഫോട്ടോ കാണുമ്പോഴായിരിക്കുമല്ലോ ഇവരെല്ലാം അറിയുന്ന ഞാൻ മേപ്പോട്ട് പോയത്. എനിക്ക് അത്രയ്ക്ക് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. അന്നേരം ഞാൻ മനസ്സിലായി ഈ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, എന്നിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും ഇനി അങ്ങോട്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ മോനസിനോട് ചോദിക്കും. മോനസ് വായിക്കൂടെ ശ്വാസം പോകുന്നുണ്ട്, അത് നമ്മളറിയാത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു തരാം, വായിക്കൂടെ ശ്വാസം പോകുന്നുണ്ട്, മൂക്കിൽ കൂടെ പോയില്ലെങ്കിലും വായിക്കൂടെ പോകുന്നുണ്ട്, അത് നമ്മളറിയാത്തതാണെന്ന്. അന്നേരം എനിക്ക് സമാധാനം കിട്ടിയ വായിക്കൂടെങ്കിലും പോകുന്നുണ്ടല്ലോ, അത് ഞാൻ പതിയെ വയറ്റി കൈ വെച്ചു. വയറിങ്ങനെ താങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. അന്നേരം എനിക്ക് സമാധാനം.